നമുക്ക് ഫസ്റ്റ് തന്നെ നെയിം സ്ലിപ്പിങ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എനിക്കിഷ്ടമുള്ള ഇമേജ് എല്ലാം വരച്ചെടുത്തതിന് ശേഷം അതിനെ ജസ്റ്റ് ഒന്ന് കളർ ചെയ്ത് കൊടുക്കുക. കളർ ചെയ്ത് കൊടുക്കുന്ന പാടിയുള്ളൂ. പിന്നെ വരയ്ക്കാൻ അറിയത്തില്ലെന്ന് പറഞ്ഞാൽ ആദ്യം ഇത് ചെയ്യാണ്ടിരിക്കേണ്ട. ഫോണിൽ കുറച്ച് ബ്രൈറ്റ്നസ് കൂട്ടിയിട്ടതിന് ശേഷം വേണ്ട പിക്ചർ ഒന്ന് ട്രേസ് ചെയ്ത് വരച്ചെടുത്താൽ മതി. ട്രേസ് ചെയ്ത് വരച്ചെടുക്കുമ്പോഴത്തേക്ക് ഇമേജ് മൂവ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ആപ്പൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ നോക്കിയിട്ട് വരച്ചാൽ മതി. പിന്നെ ഈ കളർ ചെയ്യുമ്പോൾ ഞാൻ ഈ കാണിച്ച മണ്ടത്തരൊന്നും കാണിച്ചു വെക്കല്ലേ. ഞാൻ കാണിച്ച മണ്ടത്തരം ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യണേ, നമുക്ക് നോക്കാം ആരൊക്കെ കണ്ടുപിടിച്ചത്. പിന്നെ അതിനകത്ത് നെയിം, ക്ലാസ്, റോൾ നമ്പർ എന്നൊക്കെ എഴുതുമ്പോൾ ഇച്ചിരി നല്ലോണം എഴുതി കൊടുക്കുക. എനിക്ക് ഈ പെൻ വെച്ചിട്ട് എഴുതാൻ കുറച്ച് പാടാണ്, അപ്പം അതുകൊണ്ട് കുളമായിപ്പോയി. അതാണ് എഴുതിയത് ഫുള്ള് കാണിക്കാഞ്ഞത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ നമ്മുടെ ഹലോ കിറ്റി തീമും പിന്നെ ഒരു ഐസ്ക്രീമിൻ്റെ തീമും ഒക്കെയാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. പിന്നെ എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് നോക്കണ്ട, എനിക്ക് ഈ പെൻ വെച്ച് എഴുതാൻ കുറച്ച് പാടാണ്. എൻ്റെ വേറെ ബ്ലാക്ക് പെൻ ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതേപോലൊരു ബോർഡർ ഇട്ട് കൊടുത്തത്. കുറച്ചങ്ങോട്ട് ഇങ്ങോട്ട് വളഞ്ഞു പോകണമെങ്കിലും വൃത്തിയിടൊന്നും പറ്റില്ല കേട്ടോ. നല്ല രീതിക്ക് നമുക്ക് അതിൻ്റെ ബോർഡറായിട്ട് കിട്ടും. അടുത്തത് ഞാൻ ഈ ഒരു തീമാണ് ചെയ്യുന്നത്. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയത്തില്ല, അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. അപ്പം എനിക്ക് പക്ഷേ ഇത് കാണാൻ നല്ല രസമാണ്, എനിക്കിഷ്ടമാണ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള തീം ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്കത് എടുത്തിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഇത് തന്നെ എടുക്കണമെന്നൊന്നുമില്ല. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ പുറത്ത് സെല്ലോ ടേപ്പ് ഒട്ടിച്ചതിന് ശേഷം പാക്കിൽ ഗം ഒട്ടിച്ചിട്ട് വെക്കുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കുറേ വഴികളുണ്ടല്ലോ, അപ്പം അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. നമുക്കിനി നെക്സ്റ്റ് സ്കെയിൽ ഉണ്ടാക്കാം. അപ്പോൾ ഏതെങ്കിലും ഒരു ഷേപ്പ് എടുത്ത്, ഞാനിപ്പോൾ വേവ് ഷേപ്പ് എടുത്തിരിക്കുന്നത്, നിങ്ങൾക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും എടുക്കാം. എന്നിട്ട് ഏതെങ്കിലും ഒരു കളർ എടുത്തിട്ട് ഫുള്ളൊന്ന് കളർ ചെയ്ത് കൊടുക്കുക. വോയിസിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഞാൻ ഹോസ്പിറ്റലാണ്, അപ്പം ഞാനിത് കുറേ ദിവസം കൊണ്ട് എടുത്തു വെച്ച വീഡിയോ ആണ്. അപ്പോൾ ഇനിയെങ്കിലും അപ്ലോഡ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സ്കൂൾ തുറക്കും, അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഇട്ടത്. അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും ഷേപ്പിൽ വെട്ടിയെടുത്തതിന് ശേഷം അതിൻ്റെ അതൊട്ടിക്കാൻ വേണ്ടിയിട്ട് സ്കെയിലിൻ്റെ ഷേപ്പിലൊരു പേപ്പർ വെട്ടുക, ഇച്ചിരി കട്ടിയുള്ള പേപ്പർ ഇട്ടുക, അതിൻ്റെ പുറത്ത് ഒട്ടിച്ച് കൊടുക്കുക. പിന്നെ കുറച്ച് ഇതാവാൻ വേണ്ടിയിട്ട് കുറച്ച് കവായി സ്റ്റിക്കർ ഒട്ടിക്കുക. അടുത്തതാണ് നമ്മൾ ടൈം ടേബിൾ. എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളതാണ് ടൈം ടേബിൾ എന്ന് പറയുന്ന സംഭവം. അത് കുറച്ച് എസ്തെറ്റിക്കും കുറച്ച് ക്യൂട്ടൊക്കെ ആക്കുമ്പോഴത്തേക്ക് നമുക്ക് ടൈം ടേബിൾ നോക്കി ബുക്ക് എടുത്ത് വെക്കാനും ഭയങ്കര ഇഷ്ടമായിരിക്കും. അതേപോലെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാനും ഇഷ്ടമായിരിക്കും. ഞാനൊരു ബട്ടർഫ്ലൈ തീമിലാണ് ചെയ്യുന്നത്. അപ്പം കുറച്ച് ബട്ടർഫ്ലൈസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വരച്ച് വെക്കുക. എന്നിട്ട് ജസ്റ്റ് കളർ ചെയ്തതിന് ശേഷമാണ് ഞാൻ ഔട്ട്ലൈൻ കൊടുക്കുന്നത്. അതായിരിക്കും നല്ല വൃത്തിയായിട്ട് കിട്ടാൻ ചാൻസ് കൂടുതലും. അപ്പോൾ കുറച്ച് കളർ ചെയ്തിട്ട് ഇതേപോലെ കുറേ ബട്ടർഫ്ലൈസ് വരച്ച് വെക്കുക. അപ്പോൾ ഇതിൻ്റെ ഫുള്ള് ഫൈനൽ ലുക്ക് എൻ്റെ കയ്യിൽ കിട്ടിയില്ല. അതെന്താ പറ്റിയെന്ന് എനിക്കറിയത്തില്ല. ഞാൻ എടുത്ത് വെച്ചായിരുന്നു, പക്ഷേ എൻ്റെ കയ്യിൽ ഫുള്ള് കിട്ടിയില്ല. അപ്പോൾ ഞാൻ ബട്ടർഫ്ലൈ ഫുള്ള് വരച്ചതിന് ശേഷം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കും. ഇതിനിപ്പോൾ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല. അപ്പം എനിക്കിങ്ങനെ സ്പേസ് വെക്കേണ്ടതായിട്ട് തോന്നിയതൊക്കെ ഞാൻ ഇങ്ങനെ ഷെയ്ഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ടൈം ടേബിളിൽ ബാക്കി ആവശ്യമുള്ള സാധനങ്ങൾ, അതായത് മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ അതൊക്കെ എഴുതി വെച്ചിട്ട് എത്ര സബ്ജക്റ്റ് ഉണ്ടോ അതിൽ ജസ്റ്റ് ഒന്ന് ഇതാക്കി കൊടുക്കുക. എന്നിട്ട് നമ്മളെ ടേബിൾ ഫുള്ള് ഒന്ന് വരച്ച് കൊടുക്കുക. ഞാൻ ഇങ്ങനെ വോയിസ് ഓവർ കൊടുക്കണമെന്ന് പറഞ്ഞാൽ വിചാരിച്ചത്, പക്ഷേ ഇനിയിപ്പോൾ ഇട്ടില്ലെങ്കിൽ സ്കൂളെല്ലാം തുറക്കും. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്നങ്ങ് ഉള്ള സമയത്ത് വോയിസ് ഓവർ കൊടുത്തത്. എത്രത്തോളം നിങ്ങൾക്കിത് ക്ലിയർ ആവുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. ബാലൻസ് സ്പേസിൽ ഇതേപോലെ ഞാൻ കുറച്ച് ഷെയ്ഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ടൈം ടേബിളിലെ ഫൈനൽ ലുക്ക്. എല്ലാവരും ഏറ്റവും യൂസ് ചെയ്തിട്ടുള്ള സംഭവമായിരിക്കും ഈ പേപ്പർ പെൻ. അപ്പോൾ നമുക്ക് പേപ്പർ പെൻ ചെയ്യാം. അപ്പം ഇതേപോലെ കുറച്ച് പാറ്റേൺസ് വരച്ചെടുക്കുക. അതിനുശേഷം നമ്മുടെ പെന്നിൻ്റെ നിബ്ബ് വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ട് ഒന്ന് റോൾ ചെയ്തെടുത്തിട്ട് കുറച്ച് ഭംഗിക്ക് വേണ്ടിയിട്ട് കവായി സ്റ്റിക്കർ ഇതേപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ചെയ്ത് നോക്കി എടുത്ത് പറയണ്ടല്ലോ, എല്ലാവരും ചെയ്യുള്ളൂ. നമുക്ക് പെൻ മേക്ക് ഓവർ മാത്രം പോരല്ലോ, പെൻസിൽ മേക്ക് ഓവറും വേണ്ടേ. അപ്പം ഞാൻ ഈ ഒരു തീമിലാണ് ഞാൻ പെൻസിൽ മേക്ക് ഓവർ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പം ആ ഒരു ഷേപ്പ് വരച്ചെടുത്തതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ നമ്മൾ ബ്ലാക്ക് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് കളർ ചെയ്ത് കൊടുക്കുക. ബ്രഷ് പെൻ യൂസ് ചെയ്യുന്നവർ 2 കോട്ട് മിനിമം അടിക്കാൻ നോക്കുക, എന്നാൽ നല്ല ഫിനിഷിങ്ങോടെ കിട്ടും. അതായിരിക്കും നല്ലത്. കാരണം കാണാനും അതാണ് ഭംഗി. പിന്നെ കുറച്ച് കട്ടിയുള്ള പേപ്പേഴ്സ് എടുക്കുക, അതായത് ഇങ്ങനെ കളർ ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ പൊടിഞ്ഞു വരാത്ത ടൈപ്പ് പേപ്പർ എടുക്കുക. പ്രത്യേകിച്ചും ഈ നോട്ട്ബുക്കിലെ പേപ്പേഴ്സ് യൂസ് ചെയ്യാതിരിക്കുക. യൂസ് ചെയ്യുന്ന ഒരു സ്കെച്ച് വെച്ചിട്ട് മാത്രം യൂസ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ആ ഉണ്ടാക്കി വെച്ച ബോ അതിൻ്റെ സെൻറ്ററിലൊന്ന് ഒട്ടിച്ചെടുത്തിട്ട് ഒരു പെൻസിലെടുത്തിട്ട് ഗം വെച്ചിട്ട് അതൊന്ന് ഒട്ടിച്ചെടുക്കുക. സിമ്പിളാണ്, അത്രയ്ക്കേ ഉള്ളൂ. പക്ഷേ പെൻസിലിൻ്റെ ലുക്ക് അങ്ങ് പറയണ്ട. ബ്ലാക്ക് പെൻസിലൂടെ ആയിട്ട് അടിപൊളിയായിട്ട് കിട്ടി. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.